ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മേസൺറി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺ മേസൺറിയിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ടേംസൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത് ക്ലാസിഫിക്കേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റോണിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ പറയണത് സ്റ്റോൺ മേസൺറി ആണ്. നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. സ്റ്റോൺ മേസൺറി വേറെ തന്നെയാണ്, ബ്രിക്ക് മേസൺറി വേറെയാണ്, പിന്നെ ഹോളോ ബ്രിക്ക് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മേസൺറീസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, സ്റ്റോൺ മേസൺറിയാണ്. അപ്പോൾ സ്റ്റോണ് നമ്മൾ അറേഞ്ച് ചെയ്തത് എങ്ങനെയാണോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബിൾ മേസൺറി, രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ലാർ മേസൺറി. ഓക്കെ, റബിൾ മേസൺറി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം വേണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ. നമ്മൾ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് കോൺസെപ്റ്റ്, റോക്കാണ് അല്ലേ. പാറയിൽ നിന്നാണ്, പാറക്കല്ലിൽ നിന്നാണ് നമ്മൾ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണത്. അപ്പോൾ ആ ഒരു സ്റ്റോണിന് അതിൻ്റെ, നമ്മൾ ഇപ്പോൾ ഇഷ്ടികയാണെന്ന് വിചാരിക്കുക, ഇഷ്ടികേൻ്റെ എഡ്ജസും കോർണേഴ്സൊക്കെ എങ്ങനെയാണ്, ഷാർപ്പായിരിക്കും, യൂണിഫോം ആയിരിക്കും. പക്ഷേ സ്റ്റോണിൻ്റെ അതേപോലെയാണോ? അല്ല. സ്റ്റോണിന് എന്താണ്, പ്രൊജക്ഷൻസ് ഉണ്ടാവും. എല്ലാ ഭാഗത്തും യൂണിഫോമായിട്ട് ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ചുറ്റിക വെച്ചിട്ടോ ഉളി വെച്ചിട്ടോ ഒക്കെ നമ്മൾ കുത്തി പൊളിച്ചതിന് ശേഷം അത് ഒരു ഷേപ്പായിട്ട് നമ്മൾ കൊടുക്കുക ചെയ്യുക അല്ലേ. ശില്പികളെ കണ്ടിട്ടില്ലേ, കല്ലുകളെ കൊണ്ട് ഉണ്ടാക്കണത്, ഓരോ വിഗ്രഹങ്ങളൊക്കെ അവരെങ്ങനെയാണ് ഉണ്ടാക്കണത്, ഓരോന്നും കുത്തി 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 ഉളി വെച്ചിട്ടും എല്ലാം ചുറ്റിക വെച്ചിട്ടൊക്കെ അടിച്ച് അതിന് ഒരു ഷേപ്പ് കൊടുക്കുക ചെയ്യണത് അല്ലേ. അതേപോലെ തന്നെയാണ് ഈ റബിൾ മേസൺറി, ആഷ്ലാർ മേസൺറി എന്ന് പറഞ്ഞാൽ. റബിൾ മേസൺറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിക വെച്ചിട്ടാണ് അതിൻ്റെ എന്ത് ചെയ്യണത്, ഫിനിഷിങ് വർക്ക് ചെയ്യണത്. അതിൻ്റെ എഡ്ജസൊക്കെ കട്ട് ചെയ്യണത്, അതിലുള്ള റഫ്നെസ്സൊക്കെ ഒഴിവാക്കണത് ചുറ്റിക വെച്ചിട്ടാണ്. അതന്നെ അഷ്ലാർ മേസൺറി ആകുമ്പോൾ അതെങ്ങനെയാണ്, ഉളി വെച്ചിട്ട് നമ്മൾ അതൊരു യൂണിഫോം ഷേപ്പാക്കി മാറ്റുകയാണ് ആ ഒരു കല്ലിന്, ആ ഒരു സ്റ്റോണിന് അതിനൊരു പെർഫെക്റ്റ് ഷേപ്പും പെർഫെക്റ്റ് സൈസൊക്കെ കൊടുത്തതിന് ശേഷം, അതിനൊരു ഫിനിഷിങ് കൊടുത്തതിന് ശേഷം വെക്കണ രീതിനെയാണ് നമ്മൾ എന്ത് പറയണത്, അഷ്ലാർ മേസൺറി എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ റബിൾ എന്ന് പറഞ്ഞാൽ അതിൽ ഹാമർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ പൊട്ടിക്കണതും അതിൻ്റെ കോർണേഴ്സും റഫ്നെസ്സും അതിൻ്റെ പ്രൊജക്ഷൻസൊക്കെ ഒഴിവാക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ റബിൾ മേസൺറി പറയുമ്പോൾ റബിളിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അൺകോസ്ഡ് റബിൾ മേസൺറി, റാൻഡം റബിൾ മേസൺറി, കോഴ്സ്ഡ് റബിൾ മേസൺറി, ഡ്രൈ റബിൾ മേസൺറി. ഈ 4 രീതിയിൽ നമ്മൾ ഇതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, COURSE. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലെയറാണ്. നമ്മളിപ്പോൾ ഒരു ചെങ്കല്ലാണ് നിങ്ങൾ പടുക്കണമെന്ന് വിചാരിക്കുക. ആ ചെങ്കല്ല് നിങ്ങളെങ്ങനെയാണ് പടുക്കുക, ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ലുമോൻ്റെ മുകളിൽ അങ്ങനെയാണോ ആദ്യം പടുക്കുക? അല്ല, ഒരു ലെയർ ബൈ ലെയർ ആയിട്ടല്ലേ വയ്ക്കുക. ഒരു കല്ല് പടുക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു കല്ല് വയ്ക്കും, അതിൻ്റെ അപ്പുറത്ത് വേറെ കല്ല്. ആ ഒരു ലെയർ ഫിനിഷ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ മുകളിലത്തെ പടുക്കൽ നമ്മൾ പടുക്കുക അല്ലേ. അല്ലാതെ ഒന്നിൻ്റെ മുകളിൽ കല്ല് ഇങ്ങനെ മോളിക്ക് വെക്കുകയല്ല ചെയ്യുക അല്ലേ. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയറിനെയാണ് പറയണത്, ഒരു ഒറ്റ ലെയറിന്. ഓക്കെ, അതിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അൺകോസ്ഡ് റബിൾ മേസൺറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം, അതിനൊരു ലെയർ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അൺകോസ്ഡ് റബിൾ മേസൺറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കൂലേ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ കല്ല് പടുക്കൽ അല്ലേ. നിങ്ങൾ സാധാരണ പൊട്ടുകല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉരുളൻ കല്ല്, അങ്ങനെ പലതരത്തിലുള്ള കല്ലുകളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യണത്, ഈ രീതിയിലാണ് പടുക്കുക അല്ലേ. അതിലിങ്ങനെ കല്ലുകൾക്ക് എന്താ ഒരു യൂണിഫോം സൈസോ ഷേപ്പോ അതിൻ്റെ കോർണേഴ്സോ ജോയിൻസോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കല്ലാണ്. അത് വെറുതെ ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പോകും. ഇതിലെന്തെങ്കിലും ലെയറായിട്ട് കാണുന്നുണ്ടോ, ഏതെങ്കിലും ഒരു യൂണിഫോം ലെയറായിട്ട്? ഇപ്പം നമ്മൾ കല്ല് വെച്ച് പടുക്കുമ്പോൾ ഒരു
എന്ത് പറയാം, ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, തേർഡ് കോഴ്സ്, ഫോർത്ത് കോഴ്സ്, അങ്ങനെ ഓരോ ലെയറായിട്ട് പറയാൻ പറ്റും ഇഷ്ടികയും ചെങ്കല്ലൊക്കെ പഠിക്കുമ്പോൾ. പക്ഷേ ഈ പാറക്കല്ല് വെച്ചിട്ട് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. അതെല്ലാവരും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പലതും പല ഷേപ്പായിരിക്കും, പല ലെയറിലായിരിക്കും, ആ രീതിയിലാണ് ഉണ്ടാവുക. ആ തരത്തിലുള്ള മേസൺട്രീനെ പറയുന്ന പേരാണ് അൺകോസ്ഡ് റബിൾ മേസൺട്രി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാം. ഇറ്റ് ഈസ് ദ പുവറസ്റ്റ് ഫോം ഓഫ് സ്റ്റോൺ മേസൺട്രി. അത് നമുക്ക് അറിയണ കാര്യമാണ് അല്ലേ. പുവറസ്റ്റ് ആയിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഷേപ്പോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല, ഒരു പ്രോപ്പർ ആയിരിക്കില്ല, ഒരുമാതിരി ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. അതിനെയാണ് നമ്മളെന്താ പറയണത്, അൺകോസ്ഡ് റബിൾ മേസൺട്രി എന്ന് പറയുന്നത്. പുവറസ്റ്റ് ഫോമാണ്. പിന്നെന്താണ്, ഈ സ്റ്റോണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോറി ചെയ്ത സ്റ്റോണ് അതേപോലെ അതിൻ്റെ കോർണേഴ്സ് വെറുതെ ഹാമർ വെച്ചിട്ടാണ് തട്ടിയിട്ട് വെക്കണതാണ് ഈ തരത്തിലുള്ള മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിലെന്താ, ദർ ഇസ് നോ പ്രോപ്പർ കോഴ്സ്. പ്രോപ്പർ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ലെയേഴ്സ് ഒന്നും ഇല്ല. പിന്നെന്താണ്, ഈ കല്ലുകളുടെ ഇടയിലുള്ള ജോയിൻസ് ഉണ്ടാവുമല്ലോ, ആ ജോയിൻസിൻ്റെ എന്താണ് തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 12 mm. ഈ ഒരു രീതി 12 mm എന്ന് പറഞ്ഞാൽ അത്രയും 1.2 സെൻറ്റിമീറ്റർ. അപ്പം അത്രയും ഗ്യാപ്പ് വരും എന്നാണ് പറയണത്. ഒരു കല്ലും അടുത്ത കല്ലിൻ്റെ ഇടയിലുള്ള ഈ ജോയിൻസ് ഇംപ്രോപ്പർ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തിക്നെസ് എത്ര ഉണ്ടാവും, 12 mm ഉണ്ടാവും. ഈ 12 mm എന്ന് പറഞ്ഞാൽ അത്രയും മോശമാണ് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് അവസാനത്തെ പോയിന്റ്, റഫ്ലി ഡ്രസ്ഡ് സ്റ്റോൺസ് ആയിരിക്കും. ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ നല്ലൊരു ഉടുപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, നല്ല ഡ്രസ്സിങ് സെൻസ് ഉണ്ട് എന്ന് പറയും. അതിനെ കല്ലിന് അതിന് എന്താ പറയുക, നല്ല രീതിയിൽ എന്താ അതിന് ഡ്രസ്സിങ് ചെയ്തിട്ടില്ല. അതിൻ്റെ കോർണേഴ്സും അതിൻ്റെ ആ പ്രൊജക്ഷൻസും ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗവും കൂർപ്പുള്ള ഭാഗവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലെവൽ ചെയ്യണം. അത് ചെയ്തിട്ടില്ല. അതാണ് പറഞ്ഞത് റഫ്ലി സ്റ്റോൺസ് ആർ ഡ്രസ്ഡ് സ്റ്റോൺസ് ആർ യൂസ്ഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ അൺകോസ്ഡ് റബിൾ മേസൺട്രി. ഇനി രണ്ടാമത്തേലേക്ക് പോവുക. ഇതാണ് നമ്മളുടെ റാൻഡം റബിൾ മേസൺട്രി. ഇതെങ്ങനെയുണ്ട് റാൻഡം റബിൾ? ഏകദേശം ഒരു ലെയർ ബൈ ലെയർ ആയിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ട ഒരു ലെയറെങ്കിലും കാണാം അല്ലേ. ഒരു ലെയറിൻ്റെ മുകളിലായിട്ടാണ് അടുത്ത ലെയർ വരുന്നത്. ആ രീതിയിലാണ് കല്ലുകളൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. എന്നാലും അത്ര നല്ലതാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ്, അൺകോസ്ഡ് റബിൾ മേസൺട്രി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, അതിന് അപേക്ഷിച്ച് കുറച്ചും കൂടി നല്ലതാണ് അല്ലേ. പക്ഷെ അതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടോ, സ്റ്റാർട്ടിങ് നല്ല പ്രോപ്പറായിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിങ് നല്ല ഹെഡർ കോഴ്സും സ്ട്രക്ചർ കോഴ്സും. ഈ ഹെഡർ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ ബ്രിക്ക് മേസൺട്രി പഠിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് കുറച്ചും കൂടി എന്താ പറയുക ഫിഗറോടൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ സ്റ്റോൺ ആയതുകൊണ്ട് അതിൻ്റെ കുറിച്ച് കൂടുതൽ പറയണില്ല. കണ്ടോ, കല്ലുകളൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്, എല്ലാം ഒരു ലെയർ ഉണ്ട് അല്ലേ. ഒരു ലെയറിൽ ഇപ്പോൾ 2 കല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കല്ലുകൾ തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു ലെയറായിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. എന്താണ്, സ്ലൈറ്റ്ലി സുപ്പീരിയർ ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസൺട്രി കമ്പയർഡ് ടു അൺകോസ്ഡ്. അൺകോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സുപ്പീരിയർ ആണ്. ഓക്കെ, ജോയിൻസ് പഴയ പോലെ തന്നെ. ജോയിൻസ് എങ്ങനെയാണ്, 12 mm ആണ് തിക്നെസ് വരുന്നത്. ഓക്കെ, പിന്നെന്താണ് ലോ കോസ്റ്റ് ഹൗസിങ്ങിനൊക്കെയാണ് നമ്മളിത് ബേസിക്കലി ഉപയോഗിക്കുന്നത്. ലോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് കുറവ് ചിലവ് വരുന്ന വീടുകൾക്കൊക്കെയാണ് നമ്മൾ ഈ രീതിയിൽ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണത്. പിന്നെന്താണ്, സ്റ്റോൺ ഡ്രസ്സ് ചെയ്തിട്ട് ഏതൊക്കെ ഉപയോഗിച്ചിട്ടാണ്, ചിസൽ ഉപയോഗിച്ചിട്ടും ഹാമർ ഉപയോഗിച്ചിട്ടും. ചിസൽ എന്ന് പറഞ്ഞാൽ എന്താ, ഉളി. ഹാമർ എന്ന് പറഞ്ഞാലോ ചുറ്റിക. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി നമ്മൾ ഡ്രസ്സ് ചെയ്യണത്. കോഴ്സ് ഹൈറ്റ് എങ്ങനെയാണ്, ഏകദേശം യൂണിഫോം ആയിരിക്കും. കോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലെയറിൻ്റെ ഹൈറ്റ് ഏകദേശം എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടാണ് ഉണ്ടാവുക. 2 കല്ല് വെച്ചിട്ടാണെങ്കിൽ ഒരു ലെയറായിട്ട് നമുക്ക് തോന്നിക്കും. ആ രീതിയിലാണ് ആ ഒരു മേസൺട്രീനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് കോഴ്സ്ഡ് റബിൾ മേസൺട്രി. കോഴ്സ്ഡ് റബിൾ മേസൺട്രി എങ്ങനെയുണ്ട്, എല്ലാം ഏകദേശം യൂണിഫോം ആയിട്ടുള്ള ഷേപ്പും ഒക്കെ ഉണ്ട് അല്ലേ. അതിൻ്റെ ഷേപ്പല്ല, എല്ലാം ഏകദേശം കല്ലുകളൊക്കെ ഏകദേശം ഒരേപോലെ ഉണ്ട്. ഓക്കെ, പല എന്താണ് ഹെഡറും സ്ട്രെച്ചറും എന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ എന്താ പറയുക റഫ്നെസ് ഉണ്ട്. അതാണ് അവിടെ എന്താണ് ഒരു പ്രൊജക്ഷൻ പോലെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. എല്ലാ കല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇത് കാണിച്ചിട്ടില്ലേ, ഹാച്ച് ചെയ്ത പോലെ ആ ഒരു റഫ്നെസ് കാണിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ,
അപ്പോൾ കോഴ്സ്ഡ് റബിൾ മേസൺറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സുപ്പീരിയർ ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസൺറി കമ്പയർ ടു ഏത്, റബിൾ മേസൺറിയിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള മേസൺറിയാണ് ഏത്, കോഴ്സ്ഡ് റബിൾ. കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അതിലൊരു ലെയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഉള്ളത്. തിക്നെസ് കണ്ടോ 10 mm ആയി. ഇതുവരെ നമ്മൾ പറഞ്ഞത് 12 mm ആയിരുന്നു. ഇവിടെ തിക്നെസ് എത്രയായി, 10 mm. 10 mm എന്ന് പറഞ്ഞാൽ എത്ര, 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും മാക്സിമം കേട്ടോ. അതിൻ്റെ മുകളിൽ പോകില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ കോഴ്സുകളൊക്കെ യൂണിഫോം ആയിട്ടുള്ള ഹൈറ്റാണ്. ഓക്കെ, പിന്നെ അത് ബേസിക്കലി ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും നമ്മളെ പബ്ലിക് ബിൽഡിങ്ങിലും. റെസിഡൻഷ്യൽ നമ്മുടെ വീടുകളിൽ അല്ലേ, നമ്മളുടെ കോസ്റ്റ് റബിളാണ് നമ്മൾ ബേസിക്കലി എന്താണ് നമ്മളുടെ ഈ തറകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. കോസ്റ്റ് ആവണമെന്നില്ല, നമ്മളുടെ ഈ എന്താ പറയുക റാൻഡം റബിളാണ് നമ്മൾ ബേസിക്കലി നമ്മളുടെ എന്തിന് വീടിൻ്റെ തറയിനൊക്കെ ഉപയോഗിക്കുമല്ലോ കല്ലുകൾ. യൂണിഫോം ആയിട്ടുള്ള ഷേപ്പ് ഉള്ള കല്ലുകൾ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഒരേപോലെ അതിനൊക്കെ നമുക്ക് എന്താ പറയുക ചെത്തി മുറിച്ച് അത് എന്താ പറയുക ഒരേ ഷേപ്പാക്കി മാറ്റണം. അപ്പോൾ അത് കിട്ടാറ് കുറവാണ്. നമ്മൾ ബേസിക്കലി നമ്മളുടെ എന്താ പറയുക തറയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്, ഏകദേശം കോസ്റ്റ് നമ്മളുടെ റാൻഡം റബിളാണ് കേട്ടോ. പിന്നെന്താ, ദ ബെഡ് ആൻഡ് സൈഡ് ഓഫ് സ്റ്റോൺസ് ആർ ഡ്രസ്ഡ് വിത്ത് ചിസൽ ആൻഡ് ഹാമർ, ഷാർപ്പ് അറൈസസ് ആർ റിമൂവ്ഡ്. ഓക്കെ, ഇനി നമ്മൾ അവസാനത്തത് പറയാൻ പോവുകയാണ്. ഇതാണ് ഡ്രൈ റബിൾ മേസൺറി. ഇതാണ് ഡ്രൈ റബിൾ മേസൺറി എന്ന് പറഞ്ഞാൽ, ഈ റബിൾ മേസൺറി പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ മേസൺറീൻ്റെ ഇടയിലൊക്കെ നമ്മൾ എന്തെടുക്കും, മോർട്ടാർ ഇടും. മോർട്ടാർ എന്ന് പറഞ്ഞാൽ എന്താ, സിമെൻറ്റ്, സാൻഡ്, വെള്ളം, ഇതിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയണത്, മോർട്ടാർ. സിമെൻറ്റ് മോർട്ടാറും ഉണ്ട്, ലൈം മോർട്ടാറും ഉണ്ട്. ലൈം എന്ന് പറയുമ്പോൾ ലൈം ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ ജോയിൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ മോർട്ടാർ ഇട്ട് കൊടുക്കും. പക്ഷെ ഡ്രൈ റബിൾ മേസൺറി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യണത്, അവിടെ മോർട്ടാർ ഇട്ട് കൊടുക്കൂല, വെറുതെ പാക്ക് ചെയ്യുക. ഈ സ്റ്റോൺസൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ബേസിക്കലി ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് വരുന്ന ഫീച്ചേഴ്സിൽ വരുന്നത്. എന്താണ്, നോ മോർട്ടാർ ഈസ് യൂസ്ഡ് ടു ബോണ്ട് ദ സ്റ്റോൺസ് ടുഗെദർ, അല്ലെങ്കിൽ ബൈൻഡ് ദ സ്റ്റോൺസ് ടുഗെദർ. മോർട്ടാർ ഉപയോഗിക്കൂല. പിന്നെന്താണ്, ഇത് എന്താണ് ബേസിക്കലി നമ്മളുടെ ലോഡ് ബിയറിങ് വോൾസിന് നമ്മൾ ഉപയോഗിക്കൂല. ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ മുകളിൽ നിന്ന് വരുന്ന ലോഡ് ആ ഏറ്റെടുക്കാനുള്ള കഴിവ് തന്നെ ഉണ്ടാവില്ല മോർട്ടാർ ഉപയോഗിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇത് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട് വാളിലും പിന്നെ ടെമ്പററി ആയിട്ടുള്ള ചെറിയ ചെറിയ നമ്മളെ എന്താണ് റീറ്റെയിനിങ് വാൾ ഉണ്ടാവുമല്ലോ. റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓരോ തൊടിയിൽ നമ്മൾ തൊടികളിങ്ങനെ നമ്മളുടെ ഒരു ഭൂപ്രദേശം അനുസരിച്ച് നമ്മൾ കണ്ടം കണ്ടായിട്ടാണ് ഉണ്ടാവുക. ആ കണ്ടത്തിന് ഇങ്ങനെ ഓരോ കണ്ടത്തിനും ഒരു വരമ്പിട്ട് കൊടുക്കുമ്പോൾ അത് കല്ല് വെച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ വരമ്പ് നമുക്ക് ഇതേപോലെ ഡ്രൈ റബിൾ മേസൺറി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ കോഴ്സ്ഡും അല്ല അൺകോഴ്സ്ഡും അല്ല, ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്നത് ഒരാൾ. ഓക്കെ, ഈ ഡ്രൈ റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഷ്ലാർ മേസൺറി എന്താണ്. അഷ്ലാർ മേസൺറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പ് ഉണ്ടാവും കല്ലുകൾക്ക്. അതിന് നല്ല എന്താണ് അതിൻ്റെ നമ്മൾ പറയും കല്ലിൻ്റെ മുൻവശത്തിന് നമ്മൾ പറയണതാണ് ഫേസിങ്. അതന്നെ നമ്മളെ ഇൻറ്റീരിയർ ഭാഗത്തിൽ, ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻറ്റീരിയറിൽ നിന്ന് കാണുമ്പോൾ കല്ലിൻ്റെ എന്താ കാണുക, ബാക്ക് വശം കാണാം അല്ലേ, അതിനെ പറയുന്ന പേരാണ് ബാക്കിങ് അല്ലേ. വീടിൻ്റെ പുറമേ നിന്ന് കാണുന്ന ഭാഗമാണ് എന്ത്, ഫേസിങ്. വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണുന്ന കല്ലിൻ്റെ ഭാഗമാണ് എന്ത്, ബാക്കിങ്. ഈ ചിലപ്പോൾ നമ്മളെ വോൾ തിക്നെസ് ചിലപ്പോൾ 30 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവും. ചില സ്ഥലത്ത് അങ്ങനെ ആയിരിക്കും, വലിയ തിക്നെസ്സിൽ കൊടുക്കും. അപ്പോൾ ഇടയിൽ എന്തെങ്കിലും പോർഷനൊക്കെ ഉണ്ടാവും. ആ ഇടയിലുള്ള പോർഷനെ പറയുന്ന പേരാണ് ഹാർട്ടിങ്. ഓക്കെ, ഹാർട്ട് നമ്മളെ എന്താ പറയുക മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ, ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഹാർട്ടിങ്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അഷ്ലാർ മേസൺറി ആകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉളി ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ റാൻഡം റബിൾ മേസൺറി ആകുമ്പോൾ നമ്മൾ ചുറ്റിക ഉപയോഗിച്ചിട്ടാണ് അതിന് ഡ്രസ്സിങ് ചെയ്യണത്. അതന്നെ അഷ്ലാർ മേസൺറി ആകുമ്പോൾ അതിലെങ്ങനെയാണ്, ഉളി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന് നല്ലൊരു ഷേപ്പ് കൊടുക്കും. ആ ഷേപ്പ് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെ വീണ്ടും ഇതേപോലെ തന്നെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 4ഓ 5ഓ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി കൂടുതലായിട്ട് തരാം.
എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് അഷ്ലാർ മേസൺട്രീൻ്റെ ടൈപ്സും അതേപോലെ ബ്രിക്ക് മേസൺട്രി, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രിക്ക് മേസൺട്രീൻ്റെ ഇതുണ്ട്, ബോണ്ടിങ് ഉണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്. അതോടെ നമ്മളെ ഈ ഒരു മേസൺട്രി എന്ന ടോപ്പിക്ക് നമുക്ക് തീർക്കാം. ഓക്കെ.